പ്രിയമുള്ളവരെ, ഏവർക്കും ടെക്പീസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഏവരും കാത്തിരുന്ന അസിസ്റ്റന്റ് ഇൻ KS കാർഡ് ബാങ്കിന്റെ വിജ്ഞാപനം വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കാം. നിങ്ങൾ ശ്രദ്ധിക്കുക, കാറ്റഗറി നമ്പർ 380/2025 ആണ് നമ്മുടെ നോട്ടിഫിക്കേഷന്റെ കാറ്റഗറി നമ്പർ. ബാങ്കിന്റെ പേര് ശ്രദ്ധിക്കുക, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ലിമിറ്റഡ്. അതിനെ നമ്മൾ KS കാർഡ് ബാങ്ക് എന്ന് പറയും. പോസ്റ്റിന്റെ പേര് അസിസ്റ്റന്റ് എന്നാണ്. നമ്മുടെ സ്കെയിൽ ഓഫ് പേ നോക്കി 16,580 മുതൽ 55,005 വരെയാണ്. അപ്പൊ ഇത്രയും ചെറിയ സ്കെയിൽ ഓഫ് പേ ആണ് നിങ്ങൾ വിചാരിക്കരുത്. ഇതിന്റെ DA മറ്റ് ആനുകൂല്യങ്ങളെല്ലാം കൂടുതലാണ്. അപ്പൊ നിങ്ങൾക്ക് മാന്യമായ ശമ്പളം തന്നെ കിട്ടും. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് 18 തൊട്ട് 40 വയസ്സ് വരെയാണ്. കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. ക്വാളിഫിക്കേഷന്റെ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ക്വാളിഫിക്കേഷൻ എന്താ പറയുന്നത്? എനി ഡിഗ്രി വിത്ത് JDC ഓർ HDC, അല്ല എങ്കിലോ BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ഫ്രം കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, അതുമല്ലെങ്കിലോ BCom കോർപ്പറേഷൻ. അപ്പൊ ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം? എനി ഡിഗ്രി വിത്ത് JDC ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, എനി ഡിഗ്രി വിത്ത് HDC ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ഫ്രം കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ BCom കോർപ്പറേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. അപ്പൊ ക്വാളിഫിക്കേഷന്റെ കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി നിങ്ങൾ ശ്രദ്ധിക്കുക, 19/11/2025 ആണ്. ഓക്കെ, നമ്മൾ ഏതൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോഴും അതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. അപ്പൊ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കിയാല അന്നത്തെ കാറ്റഗറി നമ്പർ എത്രയായിരുന്നു? 401/2019 ആയിരുന്നു. പരീക്ഷ നടന്നത് 18/12/2021 എത്ര പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്? 72,403 പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നതോ 10/1/2023 ആണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. കട്ട് ഓഫ് മാർക്ക് നോക്കി 64 മാർക്കായിരുന്നു കട്ട് ഓഫ്. അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. മെയിൻ ലിസ്റ്റിൽ വന്നവർ എണ്ണമോ 86 പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നത്. ലാസ്റ്റ് അഡ്വൈസ് നടന്നത് 15/7/2025 ഇതുവരെ 74 പേർക്കാണ് നിയമനം ലഭിച്ചിരിക്കുന്നത്. റാങ്ക് ലിസ്റ്റിന്റെ സ്റ്റാറ്റസ് നോക്കുവാണെങ്കിൽ 9/1/2026 റാങ്ക് ലിസ്റ്റ് തീരും. ഓക്കെ, ഇനി ഇതിന്റെ സിലബസ് നമ്മൾ നോക്കുവാണെങ്കിൽ, ഞാൻ സിലബസിന്റെ ഒരു ഓവർവ്യൂ ആയിരിക്കും പറയുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഒക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പൊ സിലബസിന്റെ ഓവർവ്യൂ നോക്കിക്കഴിഞ്ഞാൽ 50 മാർക്കിന് കോർപ്പറേഷൻ, 40 മാർക്കിന് ഫിനാൻസിന്റെ പോർഷൻ, 10 മാർക്കിന് IT ആൻഡ് സൈബർ ലോ. ഇങ്ങനെയാണ് ഇതിന്റെ സിലബസ് വരുന്നത്. സിലബസിലെ കണ്ടന്റ്സുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇനി ഈ എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് നമുക്കറിയാം, ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ഇതിന്റെ കൂടെ തന്നെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ KS കാർഡ് ബാങ്കിന് അസിസ്റ്റന്റ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ രണ്ട് കോഴ്സുകൾക്കും നമ്മൾ സിലബസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരുപോലെ തന്നെയാണ്. അപ്പൊ നമ്മൾ ഈ കോഴ്സ് എടുക്കുന്നവർക്ക് രണ്ട് കോഴ്സും കൂടെ ഒരൊറ്റ ഫീസിലാണ് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ ആ ഒരു കോഴ്സിനകത്ത് എന്തൊക്കെയുണ്ട്? ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന്റെ കോഴ്സ് ഉണ്ട്, അതോടൊപ്പം തന്നെ അസിസ്റ്റന്റ് ഇൻ KS കാർഡ് ബാങ്കിന്റെ കോച്ചിങ്ങും ഉണ്ട്. അപ്പൊ രണ്ട് കോഴ്സ് ഒറ്റ ഫീസിൽ നിങ്ങൾക്ക് തയ്യാറെടുക്കാം. അതാണ് നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത. ക്ലാസ് എടുക്കുന്നത് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റികളാണ്. അപ്പൊ ക്ലാസ്സുകൾ ഏറ്റവും മികച്ച അധ്യാപകർ ക്ലാസ് എടുക്കും. ഫുൾ സിലബസിലെ ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാകും. ഫുൾ നോട്ട്സ് PDF ഫോർമാറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ടോപ്പിക് വൈസ് പരീക്ഷകൾ ഉണ്ടാകും. വീക്ക്ലി ടെസ്റ്റ് നടത്തും. നമ്മൾ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അതോടൊപ്പം തന്നെ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ ഉണ്ടാകും. പിന്നെ നമ്മൾ ഓരോ പോർഷനും കഴിയുമ്പം പീരിയോഡിക്കൽ ആയിട്ടുള്ള റിവിഷൻ ഉണ്ടാകും. ഡൗട്ട് ക്ലിയറൻസും മെന്റർഷിപ്പും എല്ലാം അവൈലബിൾ ആണ്. ഇനി ഇതിനകത്ത് നമുക്കറിയാം, ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന് എന്തുകൊണ്ട് നമുക്ക് ഇന്റർവ്യൂ കൂടെ ഉണ്ട്. അപ്പൊ റിട്ടൺ ടെസ്റ്റ് പാസ് ആയി കഴിഞ്ഞാൽ ഇന്റർവ്യൂവിന്റെ ഗൈഡൻസ് ഉണ്ട്. KS കാർഡ് ബാങ്കിന് ഇന്റർവ്യൂ ഇല്ല, പക്ഷെ ഈ കോഴ്സിൽ തന്നെ JCI നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതുകൊണ്ട് ഇന്റർവ്യൂ ഗൈഡൻസ് നിങ്ങൾക്ക് ഫ്രീ ആണ്. നിങ്ങൾക്ക് പരീക്ഷ ക്ലിയർ ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പം നിങ്ങൾ കോഴ്സ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. അപ്ലൈ ചെയ്യാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. നമ്മുടെ പ്രൊഫൈലിൽ നോട്ടിഫിക്കേഷൻ ആക്റ്റീവ് ആണ്. അപ്പൊ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുക.
പരീക്ഷയ്ക്ക് എത്രയും പെട്ടെന്ന് തയ്യാറെടുക്കുക. അത്യാവശ്യം ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ സമയം പാഴാക്കാതെ എത്രയും പെട്ടെന്ന് തയ്യാറെടുപ്പ് തുടങ്ങുക. സ്വന്തമായിട്ട് തയ്യാറെടുക്കുന്നവർ നിങ്ങളുടെ ഓൺ സ്ട്രാറ്റജിയിൽ തയ്യാറെടുക്കുക. കോഴ്സ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് ടെക് PSCയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ ഏവർക്കും വിജയാശംസകൾ. താങ്ക് യു.